റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻ വരുന്ന പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരും, ഡോക്ടറെ നമുക്ക് ഇനി IVF ചെയ്യാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ വരുമ്പം IVF എന്നുള്ളത് നമുക്ക് എന്താ പ്രയോജനം? സാധാരണയായി റിപ്പീറ്റഡ് അബോർഷൻസ് വരുന്ന ഒരു കുട്ടി വീണ്ടും ഗർഭിണിയാവാൻ യൂഷ്വലി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. IVF എന്നുള്ളൊരു ചികിത്സാ രീതി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു മേക്ക് ദം പ്രഗ്നന്റ്, അവരെ ഗർഭിണി ആക്കാനുള്ളൊരു ഉപാധിയാണ് IVF. ഗർഭം മുമ്പോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ IVF വെച്ച് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എസ്പെഷ്യലി ഇപ്പം തുടർച്ചയായ ഗർഭം അലസി പോകുന്നത് ചില ജനറ്റിക് അബ്നോർമാലിറ്റി മൂലമാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജനിതകപരമായ ഘടന അതിൽ ഉണ്ടെങ്കിൽ നമ്മൾ IVF എന്നുള്ള ഒരു ചികിത്സാ സംവിധാനത്തിലൂടെ നമ്മൾ ഭ്രൂണം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഭ്രൂണത്തിൽ ചെയ്യുന്ന ഒരു പരിശോധനയുണ്ട്, PGT എന്ന് പറയും, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഭ്രൂണം നമ്മൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ ഭ്രൂണം ജനറ്റിക്കലി നോർമൽ ആണോ എന്ന് മനസ്സിലാക്കുക. PGT എന്നുള്ള പരിശോധന ചെയ്യേണ്ട റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസിൻ്റെ കേസസ് ആണെങ്കിൽ IVF-ന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ IVF എന്നുള്ളൊരു ഉപാധി വഴി റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ IVF ഈസ് നോട്ട് യുവർ ഫസ്റ്റ് ചോയ്സ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഇഫ് PGT ഈസ് നീഡഡ്.